38 കോടിയോളം രൂപ സമ്മാനത്തുകയുള്ള മക്കയിലെ ഖുർആൻ പാരായണ മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ലിബിയ, ടുണീഷ്യ, ബംഗ്ലാദേശ് പൗരന്മാർക്കാണ് ജേതാക്കളായത്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ നിന്നും ഈ വിഭാഗത്തിൽ പങ്കെടുത്തത് കൊല്ലം, എറണാകുളം ജില്ലക്കാരായ 2 പെൺകുട്ടികളാണ്. മക്കയിൽ നടന്ന ലോക മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു ഇരുവരുടേതും. أما الفائز في المركز الأول في الفرع الأول فهو عبد الرحمن بن مختار بن أحمد محمد من المملكة العربية السعودية بمبلغ 500,000 ريال. മക്ക ഹറമിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ പാരായണ മത്സരത്തിന്റെ ഫൈനൽ റൗണ്ടുകൾ. അതിലേക്കാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കൊല്ലത്തുകാരി ഹുസ്ന ഫാത്തിമയും എറണാകുളം സ്വദേശി കുൽസൂമും എത്തിയത്. 133 രാജ്യങ്ങളിൽ നിന്നും 334 പേർ. ഇവരായിരുന്നു ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചത്. പരിശീലനമൊക്കെ ഉമ്മയായിരുന്നു. ഉമ്മയുടെ പരിശീലനത്തിലാണ് ഇവിടെ വന്നത്. ഖുർആൻ ഞാൻ ഉമ്മ തന്നെയാണ് എന്നെ പഠിപ്പിച്ചതും ഉമ്മ തന്നെയാണ് ഇതിലേക്ക് പരിശീലനം ചെയ്തത്. കൊല്ലം ജില്ലയിലെ കാരാളിക്കോണം സ്വദേശിയായ 12 വയസ്സ് മാത്രമുള്ള ഹുസ്ന ഫാത്തിമയെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സഹായിച്ചത് 9ാം വയസ്സിൽ ഉമ്മ സുമയ്യയാണ്. ആയൂർ കാരാളിക്കോണം ജാമിയ അബൂബക്കർ അൽ ഇസ്ലാമിയ പ്രിൻസിപ്പൽ നുജ്മുദ്ദീൻ മൗലവിയാണ് പിതാവ്. എറണാകുളം പെരുമ്പാവൂർ സ്വദേശികളായ ഷിയാസ് ഫാത്തിമ ദമ്പതികളുടെ മൂത്ത മകളാണ് കുൽസൂം. അവരായിരുന്നു ഈ മത്സരത്തിലെ 2ാമത്തെ ഇന്ത്യയുടെ പ്രാതിനിധ്യം. മത്സരം ഒരു വേറിട്ട അനുഭവമായിരുന്നു. ഇത്രയും രാജ്യത്തെ കുട്ടികൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടൈറ്റ് മത്സരമായിരുന്നു. പിന്നെ മൊത്തത്തിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും ഇവരുടെ പെരുമാറ്റ പരിചരണങ്ങളാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും എല്ലാം വളരെ നല്ലതായിരുന്നു. മത്സരത്തിന് പുറമെ മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാനും മദീനത്ത് പോകാനും അതുപോലെ ഉംറ ചെയ്യാനും എല്ലാത്തിനുള്ള അവസരം ഇവർ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പാണക്കാട് ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ക്യാമ്പസിൽ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് കുൽസൂം. അവസാനഘട്ട മത്സരങ്ങൾ വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഇരുവരും മടങ്ങുന്നത്. ഇസ്ലാമികകാര്യ മന്ത്രാലയത്തിന്റെ ക്ഷണത്തിലെത്തിയ ഇവർ മക്ക മദീനകളിൽ മന്ത്രാലയത്തിന്റെ സംഘത്തിനൊപ്പം സന്ദർശനം നടത്തിയാണ് മടങ്ങുന്നത്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.